ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. അപ്പോൾ നാളെ നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അന്ന് തലേദിവസം തന്നെ ഒന്ന് വന്നതാണ്. പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടികളിങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. ഇതാണ് നമ്മുടെ തൊടി കേട്ടോ, നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റും അച്ഛനുള്ളതാണ് കേട്ടോ. അച്ഛനാണ് ഇങ്ങനെ എപ്പോഴും തൊടി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുക. എവിടെയൊക്കെ ചവിട്ടിലുണ്ടോ അവിടെയൊക്കെ അടിച്ചു കൂട്ടി അല്ലെങ്കിൽ കത്തിക്കുക, അല്ലെങ്കിൽ കൊമ്പുകളൊക്കെ വേറെ വെച്ച് വിറകാക്കി മാറ്റുക. അങ്ങനെ എപ്പോഴും ക്ലീനാക്കി ഇട്ടിരിക്കുന്നത് അച്ഛൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കുട്ടികളിങ്ങനെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 4 പേരും കൂടിയിട്ട്. പിന്നെ ഇതാണിപ്പോൾ നമ്മുടെ താഴത്ത് ഉള്ള തൊടിയാണിത്. 2 തട്ടായിട്ടാണ് വീടുള്ളത് കേട്ടോ. മുകളിലത്തെ തട്ടിലാണ് വീടുള്ളത്, ഇത് താഴത്തെ തട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെയൊക്കെ നല്ലോണം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാടൊക്കെ വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വെട്ടിയപ്പോൾ ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ട് നന്നായിട്ട് കൃഷി ചെയ്തിട്ടായിരുന്ന സ്ഥലമാണ്. കൃഷിയെന്ന് പറയുമ്പം നമ്മുടെ ഒരുവിധം പച്ചക്കറികളും അതേപോലെ പൂളക്കിഴങ്ങും പിന്നെ ചോളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പന്നിയുടെ ശല്യം വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം വെറുതെ ഒഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ഒന്ന് കാടൊക്കെ വെട്ടിയപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ മാവൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള മാങ്ങകളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തെ തൊടിയിൽ വലുതായിട്ട് മരങ്ങളൊന്നുമില്ല, ഒക്കെ കുറേ വെട്ടി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 2 മാവും ഒക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കാണുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. വീടിന് 2 പടികളാണ് ഉള്ളത്. നമ്മൾ ഫസ്റ്റിൽ കണ്ടതാണ് കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ്. അത് കൂടിയാണ് നമ്മൾ വരികയൊക്കെ ചെയ്യുക. അതായത് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ നടന്ന് വരാൻ അടുത്തുള്ള ഭാഗം. ഇത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റാണ്. ഇവിടെ നമുക്ക് അമ്പലത്തിലേക്കൊക്കെ എളുപ്പം പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കിയപ്പം ഇവിടെ നിന്ന് നൂൽപ്പെട്ടിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോഴാണ് ഈ ഒരു പുതിയ സംഭവം ഞാൻ കണ്ടത് കേട്ടോ. ഞാനിപ്പോഴും നൂൽപ്പെട്ട് പീച്ചാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ പഴയ സേവനാഴി തന്നെയാണ്. അപ്പോൾ അനിയത്തിയെ പറഞ്ഞത് ഇത് നല്ല എളുപ്പമാണ്. അവൾക്ക് പൊതുവേ അധികം ബലം കൊടുത്തൊന്നും ഇവിടെ ചെയ്യാറില്ലായിരുന്നു. നൂൽപ്പെട്ടിൻ്റെ പണിയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിയതിന് ശേഷം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞു. അപ്പോൾ എന്നോടൊന്ന് ട്രൈ ചെയ്യുക നീ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മാവൊക്കെ നന്നായിട്ട് നമ്മൾ പാകത്തിന് കുഴച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യമൊന്നും അത്രയ്ക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ പിന്നെ അത് നല്ല ഈസിയായി തോന്നി കേട്ടോ. അപ്പോൾ അത് ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇടത്തെ കൈ കൊണ്ട് അതൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല നൂല് പോലെ നമുക്ക് അടിപൊളിയായിട്ട് നൂൽപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സംഭവം. മറ്റേതാവുമ്പോൾ പഴയ സേവനാഴി ആവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മാവിൽ വെള്ളത്തിൻ്റെ വല്ല ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ മാവ് നല്ല ടൈറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വരുമ്പോൾ നല്ല ബലം കൊടുത്ത് വേണം നമുക്കത് പിഴിയാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ, എപ്പോഴും എന്നല്ല, പക്ഷേ ഞാനെപ്പോഴും പഴയ തന്നെ യൂസ് ചെയ്യാറുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്തപ്പം ഇത് ആദ്യമൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിലും പക്ഷേ നല്ല രസമായി തോന്നി. നല്ല സിമ്പിളായിട്ട് തന്നെ പീച്ചാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വകയായിട്ട് ഈ ഒരു തട്ട് മുഴുവൻ ഞാനങ്ങോട്ട് പീച്ചെടുത്തു കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ വേഗം നമ്മൾ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല നൂൽപുട്ടും പട്ടാണിക്കൂട്ടാനൊക്കെ കഴിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി അതിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ പെരുമഞ്ചിറക്കാവിൽ എത്തിയിരിക്കുകയാണ്. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പെരുമഞ്ചിറക്കാവ് എന്ന് പറയുന്നത്. ഇന്നിവിടെ പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടിമക്കാവാണിത് പെരുമഞ്ചിറക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാവും അമ്പലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നല്ല 4 പുറവും പാടാണ്. ആ പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ കാവ് കേട്ടോ. അപ്പം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ദേവി തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ച് ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ പ്രതിഷ്ഠാ ദിനത്തിന് വന്നാണ് തൊഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വക സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് എല്ലാം നമുക്ക് വരാൻ പറ്റുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ച് ആളുകളൊക്കെ മാത്രമേ ഉള്ളൂ.
ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം അങ്ങോട്ട് വരുന്നത് കേട്ടോ. നമ്മളിപ്പോഴും വരാൻ സാധിക്കാറില്ല. നമുക്ക് സൗകര്യമുള്ളപ്പം കൊല്ലത്തിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ വന്ന് തൊഴുത് പോവും. ഇവിടെ വന്നിരിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു സമാധാനമാണ്. കാരണം തൊഴുതെല്ലാം കഴിഞ്ഞ് ഒരു ശല്യം ഒരു ബഹളം ഒന്നുമില്ലാതെ ഇതിപ്പോൾ ഈ ഒരു പ്രോഗ്രാം അതായത് ഈ പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. അല്ലെങ്കിൽ വളരെ കാമൻ കൂളാണ് ഇവിടെ. നമുക്ക് ഇരുന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു എന്താ പറയുക പ്രശാന്ത സുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണത് കേട്ടോ. അപ്പോൾ ഇതാണ് ആകെ ഒരൊറ്റ പ്രതിഷ്ഠ തന്നെ ഉള്ളൂ, ദേവി തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം. പറ ചൊരിയലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഗണപതി ഹോമം കാര്യങ്ങൾ, വിശേഷാൽ പൂജകൾ, ഗുരുതി പൂജ, ഉദയാസ്തമന പൂജ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ പൂജ ഇതുവരെ ഞാൻ പങ്കുകൊണ്ടിട്ടില്ല. ഇപ്രാവശ്യം പിന്നെ അതിനൊരു അവസരം കിട്ടിയപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആകെ ഈ ഒരു പ്രതിഷ്ഠയും ഈ കാണുന്ന സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുവിളക്ക് കത്തിക്കേണ്ടവർക്ക് കത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം ഞാനും പോയി ചോദിച്ചു എനിക്കും കത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് ചരാതുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് എടുത്ത് 4 പുറം ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്താണ് കേട്ടോ, ആ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഗുരുതി പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചപ്പാടിൻ്റെ വരവോട് കൂടിയാണ് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചപ്പാട് വന്ന് ഈറനോടെ കുളിച്ച് കുളത്തിൽ നിന്ന് നേരത്തെ കണ്ട ആ കുളത്തിൽ നിന്ന് തന്നെ കുളിച്ച് വന്നിട്ട് നടയിലെത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അതിന് ശേഷം അമ്പലം വലത്ത് വെച്ചിട്ടാണ് ഈ ഗുരുതി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ.
അപ്പം അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള അന്നദാനം ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാ ദിനമായതുകൊണ്ട് വളരെ കെങ്കേമമായിട്ടാണ് കേട്ടോ ആഘോഷിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഈ കാവിൽ ഇത്രയും തിരക്കോട് കൂടി കണ്ടിട്ടില്ല. അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു ഈ പൂജയ്ക്ക് പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട്. എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ട് ചെറുപയർ പായസത്തോട് കൂടിയിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു. അത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ വേറൊരു ഭാഗത്ത് വന്ന് നിന്നാണ്. അപ്പോൾ ചെറുതായിട്ട് നെല്ലൊക്കെ ഇങ്ങനെ കുലച്ച് വരുന്നൊരു സമയമാണ് കേട്ടോ. നെല്ലിൻ്റെ ആ കതിർക്കൊലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ രണ്ട് ഭാഗവും ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ റോഡ് ഞാൻ കാണിച്ചു തന്നപ്പോൾ കണ്ടില്ലേ, ചുറ്റും നാല് പുറവും അവിടെ പ്രധാനമായിട്ടും പാടങ്ങളാണ്. പിന്നെ കുറച്ച് മലകളും അതേപോലെ തൊടികളും തോട്ടങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. നല്ലൊരു എന്താ പറയുക, അത്രയും നല്ലൊരു രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ വെറുതെ അത് കണ്ടപ്പം ഒന്ന് വീഡിയോയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇനിയൊരു ഇതിൻ്റെ ഐതിഹ്യം, ഒരു കുമ്പളത്തെ തറവാടുണ്ട്, അവിടെയും കൂടി നമുക്ക് പോകുമ്പോഴാണ് അത് പൂർത്തിയാവുക. ഇന്ന് പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ട് ആ തറവാട്ടിലുള്ള എല്ലാവരും ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മളിന്ന് അവിടെ തൊഴുകാൻ പോയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വഴിപാട് വിവരങ്ങൾ, കാര്യങ്ങൾ, ചെറിയൊരു കൗണ്ടർ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയുണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ മുന്നേ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഈ കൗണ്ടറൊന്നും ഈ ഭാഗത്തായിരുന്നില്ല. ഇതൊക്കെ ആദ്യമായിട്ട് ഇപ്രാവശ്യം കാണുകയാണ്. പിന്നെ ദണ്ഡസ്വാമി എന്ന് പറഞ്ഞ പുറത്തൊരു പ്രതിഷ്ഠയുണ്ട്. നാൽക്കാലികൾക്കൊക്കെ വല്ല അസുഖം വരുമ്പം ഇവിടെ പ്രാർത്ഥിച്ച് വഴിപാട് ഇങ്ങനെ അതിൻ്റെ രൂപങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിലെ കുളം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഒരിക്കലും വറ്റാറില്ല ഇവിടെ. കാരണം പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ കുളമൊക്കെ ഇപ്പോൾ ഈ കുറച്ചായിട്ട് തന്നെയാണ് നന്നായി പടുത്ത് നാല് പുറമൊക്കെ കെട്ടി വൃത്തിയാക്കിയുള്ളൊരു കുളം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും തോന്നുന്നു. അങ്ങനെ നമുക്കറിയില്ല. എന്നാലും നല്ലൊരു വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സർവാഭരണ വിഭൂഷിതയായ ദേവിയെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ നാല് പുറമാണ് ഇപ്പോൾ കാണുന്ന ഒരു കിണറും അതേപോലെ കുളത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പൂജ നടന്ന സ്ഥലം ഈ ഒരു ഭാഗമാണ്, ഈ ഒരു സൈഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിളക്കും അതേപോലെ ഗുരുതി പൂജ നടത്തിയ ആ ഉരുളിയും ഇതൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ ചേർന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇറങ്ങും കയറുമൊക്കെ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ചത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് വരാനും കുളിക്കാനും സൗകര്യത്തിലാണ് ആ പുറത്തെ പടവുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആകെ കാണുന്ന ഈ ഒരു സ്ഥലം മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അതിർത്തിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെ കാണിച്ച ഭാഗം ഇവിടെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ഇറങ്ങാനും കയറാനുള്ളൊരു പോർഷൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എങ്കിലും വളരെ തൃപ്തിയായിട്ട് തന്നെ മനസ്സ് നിറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിച്ചു. ഇതൊക്കെയാണ് കാവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് പട്ടാമ്പി റൂട്ടാണ് കേട്ടോ. ആ ഒരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ അവിടേക്ക് എത്തി. അങ്ങനെ വീട്ടിൽ നിന്ന് ആ ഒരു വഴിയിലേക്ക് നമ്മൾ കയറി. മെയിൻ റൂട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലൊരു റോഡുണ്ട്, ആ റോഡിലേക്ക് നമ്മൾ കയറി. അവിടുന്ന് അടുത്ത് തന്നെയാണ് വീട് കാണുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ സഫലമായി എന്ന് വേണം പറയാൻ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.